നമസ്കാരം. ഭാരതത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മരണം ഒരു ശാശ്വതമായ സത്യമാണ്. മരണാനന്തരം ചെയ്യുന്ന ചടങ്ങുകളിൽ എന്തെങ്കിലും ശാസ്ത്രീയമായ സത്യമുണ്ടോ, അതോ ഇത് വെറും ഒരു ആചാരമാണോ? ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്നും പതിവ് പോലെ നമ്മളോടൊപ്പമുള്ളത് ഗുരു യോഗി ശിവനാണ്. നമസ്തേ ഗുരുജി. നമസ്തേ. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ മതവിഭാഗത്തിലും മരണാനന്തര ചടങ്ങുകളുണ്ട്. ശരിക്കും ഈ ചടങ്ങുകൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഒരു മരണപ്പെട്ട വ്യക്തിയുടെ ആത്മാവിന് നൽകുന്ന ഒരു യാത്രയപ്പാണോ? ഇതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ശാസ്ത്രീയമായ സത്യമുണ്ടോ? ഒരു പരിധിവരെ ഉണ്ട്. കാരണം ഇതിന് നമ്മുടെ യുക്തിക്കും ഇന്ദ്രിയങ്ങൾക്കും വഴങ്ങാത്ത ഒരു ഡയമെൻഷൻ, ഒരു ഭൂമിക ഉണ്ട് എന്ന് നമുക്ക് എന്തായാലും ഉറപ്പിക്കാം. കാരണം ഈ ശാസ്ത്രം കണ്ടെത്തിയിടത്തോളം, ഇപ്പോൾ ഭഗവത്ഗീത പറയുന്നു, വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി. അതായത് ദേഹി, ഞാൻ എന്ന ബോധം, ആത്മാവ് ദേഹത്തെ വിടുന്നത് പഴയൊരു വസ്ത്രം നാം ഉപേക്ഷിച്ച് പുതിയൊരു വസ്ത്രം സ്വീകരിക്കുന്നത് പോലെ അത്ര ലളിതമാണ് എന്നാണ് ഭഗവത്ഗീത പറയുന്നത്. ഇതുപോലെ തന്നെ ആധുനിക ശാസ്ത്രവും അതേ അർത്ഥത്തിൽ, അതേ രൂപത്തിൽ അംഗീകരിക്കുന്നുണ്ട്. ഇഫ് വൺ ഫോം ഓഫ് എനർജി ചേഞ്ചസ് ഇറ്റ് വിൽ അപ്പിയർ ഇൻ അനദർ ഫോം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. രണ്ടും ശരി തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ജീവിക്കുന്നു എന്ന ബോധം എനിക്കുണ്ട്, അതാണ് എൻ്റെ ആത്മബോധം. എന്നാൽ ഞാൻ മരിക്കുമ്പോൾ ഈ ആത്മാവ് എൻ്റെ ദേഹം വിട്ടു പോവുകയാണ്. അപ്പോൾ അതെവിടെ പോണു? എൻ്റെ ബോധം. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി എക്സിസ്റ്റിംഗ് ഇൻ എ ഡിഫറെൻറ്റ് ഡയമെൻഷൻ. വേറെ ഒരു ഭൂമികയിൽ, ഒരു തരംഗ ഭൂമികയിൽ ഞാൻ എന്ന ബോധം നിലനിൽക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തലത്തിൽ. അത് നമ്മുടെ യുക്തിക്ക് വഴങ്ങുന്നതല്ല. അതുകൊണ്ടാണ് പതഞ്ജലി മഹർഷി വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, ചിത്തവൃത്തി നിരോധം. നിങ്ങളുടെ യുക്തിക്കും ബുദ്ധിക്കും അപ്പുറത്തേക്ക് പോകാൻ ഇത് രണ്ടിനെയും നിരോധിക്കണം. നാരായണ ഗുരു ആത്മോപദേശ ശതകം എന്ന പുസ്തകത്തിൽ എഴുതിയത്, അറിവിലും ഏറിയറിഞ്ഞിടുന്നവൻ. സാധാരണ യുക്തിക്കും ബുദ്ധിക്കും അപ്പുറത്തേക്കുള്ള അറിവ്. ഋഗ്വേദം പ്രജ്ഞാനം, ഹയർ കോൺഷ്യസ്നെസ്. അപ്പം ഇവിടെ നമ്മുടെ സാധാരണ ബോധത്തിന് വഴങ്ങാത്ത ഒരു പ്രവർത്തന തലം എന്തായാലും ജീവനുണ്ട്. അതുകൊണ്ടാണ് ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കർമ്മങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഈ നാം വിശ്വസിക്കുന്ന പോലെ ആത്മാവ് നാം കൊടുക്കുന്ന അരിയും പുഷ്പവും മലരുമൊക്കെ കഴിക്കുന്നു എന്നില്ല. ഇതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ വളരെ ആരോഗ്യകരമായ ഒരു ശാസ്ത്രം അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഈ മരണാനന്തര കർമ്മം ചെയ്യുന്നതിൽ എന്തെങ്കിലും ശാസ്ത്രീയത ഉണ്ടെന്നാണോ ഗുരുജി പറയുന്നത്? തീർച്ചയായിട്ടും അത് കാര്യമാണ്. അതായത് എൻ്റെ ജീവബോധമാണ് ഈ ശരീരത്തെ ഇങ്ങനെ കോശങ്ങൾ പ്രത്യേകിച്ച് ഉള്ളിലേക്ക് പിടിച്ചു നിർത്തുന്നത്. ഇപ്പോൾ ആതിരെ എൻ്റെ കയ്യിലൊന്ന് പിടിച്ചിട്ട് വലിച്ചു പിടിച്ചാൽ ഈ കൈ ഇളകി വരുമോ? ഇല്ല. എന്തുകൊണ്ട്? ഞാൻ എന്ന ബോധം, അത് എന്നിലേക്ക് തന്നെ ഒരു ഗ്രാവിറ്റി, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എനിക്കുണ്ട്. അപ്പോൾ എല്ലാ കോശങ്ങളെയും എൻ്റെ ഹൃദയചക്രത്തിലേക്ക് ഒരു സൂക്ഷ്മരൂപിയായ ശക്തി പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അതാണ് കർഷ്യതേ അനേന ഇതി കൃഷ്ണ എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ ശ്രീകൃഷ്ണ പരമാത്മാവാണ് എന്ന് വൈഷ്ണവ ശാസ്ത്രം. നമുക്ക് ഭാരതത്തിൽ പ്രധാനമായിട്ടും 3 ചിന്താധാരകളാണുള്ളത്. ഒന്ന് ശാക്തേയം, ഒന്ന് ശൈവം, ഒന്ന് വൈഷ്ണവം. അപ്പോൾ അതിൽ ഈ വൈഷ്ണവർ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അത് പറയാൻ ശ്രമിച്ചിരിക്കുന്നത്, സൂത്രേ മണിഗണായിവ, ഭഗവത്ഗീതയിലെ ഈ പ്രപഞ്ചത്തിലെ സർവ കണങ്ങളും ഒരു സൂക്ഷ്മ നൂലിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, സൂത്രത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഈ ട്രില്യൻസ് ഓഫ് സെൽസ്, അത് ചിലർ പറയുന്നത് 150, 120, ചിലർ 30, 40, പല രീതിയിൽ കോശങ്ങളുടെ എണ്ണം പറയുന്നുണ്ട്. പക്ഷേ ദാറ്റ്സ് ഓൾ ഹ്യൂമൻ കാൽക്കുലേഷൻ. അപ്പോൾ ഈ ട്രില്യൻസ് ഓഫ് സെൽസിനെ ആരാണ് ഉള്ളിലേക്ക് പിടിച്ചു നിർത്തിയിരിക്കുന്നത്? അതിന് മോളിക്കുലർ അല്ലെങ്കിൽ സെൽ ബൈൻഡിങ് എന്ന് പറയും. കോശങ്ങളുടെ ഒരു ഏകീകൃത ശക്തി.
അത് നഷ്ടപ്പെടുമ്പോഴാണ് ഈ ദേഹം നശിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ആത്മാവ് ദേഹം വിട്ട് പോയതിന് ശേഷം 48 മണിക്കൂർ 2-3 ദിവസം കഴിഞ്ഞിട്ട് ആരെങ്കിലും എൻ്റെ കൈ ഒന്ന് പിടിച്ച് വലിച്ചാൽ എന്ത് പറ്റും? അത് അടർന്നങ്ങ് പോകും. അല്ലെങ്കിൽ അത് വേറെ എവിടെയെങ്കിലും കിടന്നാലും ശരീരഭാഗങ്ങൾ അടർന്ന് വീണ് അത് പ്രകൃതിയിൽ ലയിക്കും, അല്ലേ? അപ്പോൾ ആ വിഘടനം നടത്താതെ സൂക്ഷിക്കുന്നത് ആരാണ്? അത് എൻ്റെ ജീവശക്തിയാണ്. അതിനെയാണ് നാം പൊതുവെ ആത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആത്മാവ്, ഈ ജീവശക്തി, ഇതിനകത്തൊരു ചൂടിൻ്റെയും വായുവിൻ്റെയും ഏകീകൃത ഭാവമുണ്ട്. ആയുർവേദത്തിൽ അതിന് വാദം എന്ന് പറയും. ശരീരത്തിൽ ജീവൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് വാദമാണ്. ആൾക്കാർ വാദം ആയുർവേദത്തിൽ കേട്ടിട്ടില്ലേ? വാദം, പിത്തം, കഫം എന്നിങ്ങനെ പറയും. ഇത് കേട്ടുടനെ അത് ത്രിദോഷങ്ങളാണ്. ആൾക്കാർ ഉടനെ ചിന്തിക്കും അത് ഞാൻ വാദപ്രകൃതിയാണ്, പിത്തപ്രകൃതിയായി. ഇതൊക്കെ ഏകദേശം ഒരു പകുതി ഭൗതിക ജ്ഞാനത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈ നമുക്ക് പൂർണ്ണമായൊരു അനുഭവ തലം വരാത്തത്. വാദം എന്ന വാക്കിൻ്റെ അർത്ഥം വായുവും താപവും കൂടി ചേരുന്നതാണ് വാദം. അപ്പോൾ ഈ അനന്തമായ പ്രകൃതിയിൽ നിന്ന് ആ വ്യാകൃത ഭാവത്തിൽ നിന്ന് രൂപം പ്രാപിക്കുമ്പോൾ ആദ്യം വരുന്നത് ശബ്ദമാണ്. ശബ്ദ തന്മാത്രകളാണ്, അല്ലെങ്കിൽ ശബ്ദ കണങ്ങളാണ്. പിന്നീട് അത് വായുഗണങ്ങളായും, വായു അഗ്നിയായും, അഗ്നി ജലമായും, ജലം പിന്നെ ഖരമായും മാറി ഈ പഞ്ച അവസ്ഥയിൽ നിൽക്കുന്നത്. ഇതിൽ ജീവൻ്റെ ലക്ഷണം നിൽക്കുന്നത് വായുവും താപവും കൂടി ചേരുന്ന വാദമാണ്. ഒരു ഡെഡ് ബോഡിയിൽ നോക്കിയാൽ ഈ രണ്ടും കാണില്ല. എന്ത്? വായുവും കാണില്ല, താപവും കാണില്ല, ശ്വാസവും ഇല്ല, ചൂടുമില്ല. അതാണ് ശവശരീരം. അതിൽ ജീവൻ്റെ ലക്ഷണം ഈ വാദമാണ്. അതിൽ ആ വാദം ഘനീഭവിച്ചിട്ടാണ് പിത്തമായും, പിത്തം ഘനീഭവിച്ചാണ് കഫമായും എന്ന് പറഞ്ഞാൽ ഈ സോളിഡ് മോളിക്യൂളായിട്ടും ശരീരത്തിൽ നിൽക്കുന്നത്. ഇവിടെ മരണസമയത്ത് ഈ വായുവും താപവും ചേർന്ന ജീവശക്തി, അതായത് വാദം, ദേഹം വിട്ടു പോകും. അങ്ങനെ ദേഹം വിട്ടു പോകുമ്പോൾ ഈ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന് മോളിക്യൂൾസാണ്. അതിന് യാതൊരു ഏകീകൃത ഭാവവും ഇല്ല. കാരണം ഇതിനെ പിടിച്ചു നിർത്തിയിരുന്ന ആ ശക്തി വിട്ടുപോയി. അപ്പോൾ ആ ബോധവും കൂടി, ഞാനെന്ന ബോധവും കൂടി ഇതിന്ന് പോവുകയാണ്. ഏറ്റവും ശക്തിയായി ഞാൻ ഇതിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കും ഒരു യോഗി അല്ലെങ്കിൽ. ഇവിടെയാണ് മരണം. 2 വഴിയുണ്ട്, കേട്ടിട്ടില്ലേ? ഈ കർക്കിടകത്തിൽ മരിക്കുന്നവർ സ്വർഗത്തിൽ പോകുമെന്നൊക്കെ പറയുന്നില്ലേ? യഥാർത്ഥത്തിൽ ഈ മരണം എന്ന് പറയുന്നത് അറിവോടുകൂടിയും മരിക്കാം, അറിവില്ലാതെയും മരിക്കാം. അപ്പോൾ ഈ ആത്മാവ് ദേഹം വിട്ടു പോകുമ്പോൾ ഒരു വല്ലാത്ത വേദന ഉണ്ടാവും. അത് ജനനം പോലെ തന്നെ വേദനാജനകമാണ് മരണവും. ഇപ്പോൾ ഒരു ന്യൂ ബോൺ ബേബി, അമ്മയുടെ വയറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുട്ടി ആദ്യം ചെയ്യുന്നത് എന്താ? അലറി കരയുകയാണ് ചെയ്യുന്നത്. ഇത്രയുള്ള ഒരു മുയൽ കുഞ്ഞ് പോലെയുള്ള ഒരു കുഞ്ഞ് എന്തുകൊണ്ടാണ് ഇത്രയും ശബ്ദത്തിൽ അലറി കരയുന്നത്? ബിക്കോസ് ഹീ ഈസ് ഇൻ പെയിൻ. അത്ര വേദനയാണത്. ഇതുപോലെ തന്നെ ആത്മാവ് ദേഹം വിടുമ്പോഴും ആ വേദന ഉണ്ടാവും. അപ്പോൾ ഈ അമിതമായ വേദന വരുമ്പോൾ അത് താങ്ങാനുള്ള തയ്യാറെടുപ്പ്, ശീലം ഇല്ലാത്ത ജീവനാണെങ്കിൽ എന്തു പറ്റും? മനസ്സങ്ങ് മയങ്ങിപ്പോകും. ഏത് കഠിന വേദന വന്നാലും മനസ്സ് ബോധരഹിതമാകും. അപ്പോൾ എന്തു പറ്റും? നാം മരണമെന്ന പ്രതിഭാസത്തെ അറിയാതെ ഒരു ഇരുട്ടിലേക്കെന്ന് വീഴും. ഇതിനെയാണ് തമോ മാർഗം അല്ലെങ്കിൽ ഹീനയാനം എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ നാം ബോധത്തോടുകൂടി ഈ മരണവായു ശരീരത്തിൽ ഉണരുമ്പോൾ, അതായത് കുണ്ടലിനി ഉണരുമ്പോൾ, നാം സാധന ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വേദന നമുക്കൊരു വലിയ സുഖമായി അനുഭവിക്കാൻ പറ്റും. ഒരു ലഹരിയായി മാറും അത്. ആ സമയത്ത് നമ്മുടെ ബോധം മറയില്ല. അപ്പോഴോ ആത്മാവിൻ്റെ യാത്ര നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഈ മരിക്കുന്നത് അറിവോടെ ഉള്ളവരാണെങ്കിൽ അവർക്ക് തിരിച്ചു വരാനൊന്നും താല്പര്യമില്ല. കാരണം ദേ നോ വേർ ദേ ആർ ഗോയിങ്, എങ്ങോട്ട് പോകുന്നു അതെന്താണെന്ന് അറിയാം. ഇല്ലാത്തവരോ ഭയക്കും. അവൻ മരിക്കാൻ സമ്മതിക്കില്ല. അവൻ എന്ത് ചെയ്യും? എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും സഹായം സ്വീകരിക്കാൻ ശ്രമിക്കും. ഇതിനെയാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആ ജീവൻ ദേഹം വിട്ടു പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ഇലക്ട്രോൺസ് നഷ്ടമാകും. അത് നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും ശരീരത്തിൽ നിന്ന്
ഈ ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എപ്പോഴും ഊർജത്തിൻ്റെ ഒരു സംവേദന ഭാവമാണ്. അത് കൂടുതൽ നഷ്ടപ്പെടുമ്പോഴാണ് ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ പിന്നെ ആൻറ്റി ഓക്സിഡൻസ് കഴിക്കണമെന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഈ സ്ത്രീകൾക്ക് പീരീഡ് ആകുമ്പോൾ അവരെ ക്ഷേത്രത്തിൽ പോകാൻ സമ്മതിക്കില്ല, ആഹാരം പാകം ചെയ്യാൻ സമ്മതിക്കില്ല. എന്തുകൊണ്ടായത്? ഇതിൻ്റെ പിന്നിലും ഒരു ചെറിയ ശാസ്ത്രമുണ്ട്. കാരണം ബ്ലഡ് ഇഷ്ടം പോലെ പോകുമ്പോൾ അത്രയും ഇലക്ട്രോൺസ് നഷ്ടപ്പെടും. ഈ സമയത്ത് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന അവസ്ഥ ഉണ്ടാകുകയും പ്രോട്ടോൺസിൻ്റെ അളവ് ശരീരത്തിൽ കൂടുകയും ചെയ്യും. ആ അവസ്ഥ മാറാൻ വേണ്ടി ശരീരം എന്ത് ചെയ്യും? കിട്ടുന്നിടത്തു നിന്നൊക്കെ ഇലക്ട്രോൺസ് ആഗീരണം ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ ആഹാരം പാകം ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? ആ സമയത്ത് ആഹാരം പാകം ചെയ്യുമ്പോൾ ആഹാരത്തിലുള്ള ഇലക്ട്രോൺസിനെയും ശരീരം സ്വീകരിക്കാൻ ശ്രമിക്കും. നാം ഒരു കുട്ടിയുടെ അടുത്ത് ചെന്ന് കുട്ടിയെ എടുക്കുകയാണെങ്കിൽ അവൻ്റെ ദേഹത്തു നിന്നും ഈ ഇലക്ട്രോൺസിനെ നാം സ്വീകരിക്കാൻ ശ്രമിക്കും. അപ്പോൾ കുട്ടിക്ക് അത് ക്ഷീണമാകാം. അതുപോലെ ഈ അമ്പലങ്ങളിൽ പോകുമ്പോൾ ചില ക്ഷേത്രങ്ങളിൽ വളരെ ടെൻഡറായിട്ടാണ് ഈ എനർജിയെ സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസ് കൂടുതലുള്ള ഒരു സ്ത്രീ അവിടെ ചെല്ലുമ്പോൾ ഒന്നുകിൽ ആ ബിംബത്തിൽ നിന്ന് അല്ലെങ്കിൽ വിഗ്രഹത്തിൽ നിന്ന് വരുന്ന ചൈതന്യം സ്ത്രീക്ക് ദോഷകരമായി വരാം. ഇല്ലെന്നുണ്ടെങ്കിൽ സ്ത്രീയുടെ ഈ എക്സസ് അബ്സോർപ്ഷൻ ഓഫ് ഇലക്ട്രോൺസ് അതിന് ചൈതന്യത്തിനും ദോഷമാകാം. ഇതൊക്കെ വളരെ മൈൽഡ് ലെവലിൽ നടക്കുന്ന സംവേദനങ്ങളാണ്. അപ്പോൾ ഇതുപോലെ മരണസമയത്തും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ബോധപൂർവമല്ല ആ ആൾ മരിച്ചതെങ്കിൽ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ശരീരം എങ്ങനെയെങ്കിലും ജീവിക്കാൻ ശ്രമിക്കും. എങ്ങനെ? ബാഹ്യമായിട്ടുള്ള എല്ലാ സോഴ്സിൽ നിന്നും ഊർജത്തെ സ്വീകരിക്കാൻ, ഇലക്ട്രോൺസിനെ സ്വീകരിക്കാൻ ഇത് ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? അവിടെ കൂടി നിൽക്കുന്നവരിൽ നിന്നും ഈ ഡെഡ് ബോഡി ഇത് സ്വീകരിക്കാൻ ശ്രമിക്കും. കേട്ടിട്ടില്ലേ? മരണത്തിൽ പോയിട്ട് കുളിച്ചിട്ടേ വീട്ടിൽ കയറാമെന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? നാം ഒരു ഡെഡ് ബോഡിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഈ ഡെഡ് ബോഡി പരമാവധി ശ്രമിക്കുന്നത് ആ പരിസരങ്ങളിൽ നിന്ന് ഇലക്ട്രോൺസിനെ സ്വീകരിച്ച് ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുഖ്യ പ്രാണനാണ് പോയത്. ഇനി ബാക്കി അതിൽ 9 പ്രാണനുകളുണ്ട്. പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ, കൃകലൻ, വാരുണി, ധനഞ്ജയൻ, ദേവദത്തൻ, ഇങ്ങനെ 10 പ്രാണനുകളുണ്ട് നമ്മുടെ ദേഹത്ത്. ഈ മുഴുവൻ പ്രാണനുകളും ദേഹം വിട്ടു പോകാൻ ഏകദേശം 16 ദിവസം എടുക്കും. അപ്പോൾ ഈ കർമ്മങ്ങളെന്നൊക്കെ പറയുന്നത് ഈ 16 പ്രാണനുകളും പൂർണ്ണമായും പ്രകൃതിയിൽ ലയിക്കുന്ന അത്രയും സമയമാണ്. എന്താണ് കുളി അടിയന്തരം എന്നൊക്കെ പറയില്ലേ? 16 ദിവസം, ചിലരത് 5 ദിവസം കൊണ്ട്, ചിലത് 16 ദിവസം കൊണ്ട്, ചിലപ്പോൾ 21 ദിവസം കൊണ്ടൊക്കെ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ഇതിൻ്റെ സട്ടിൽ സയൻസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ സൂക്ഷ്മമായി ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ആത്യന്തികമായി ഇതെല്ലാം സ്വാധീനിക്കുന്നത് നമ്മുടെ മനസ്സിനെ തന്നെയാണ്. ഇപ്പോൾ ഒരു മരണം നടന്നു, അവിടെ എല്ലാം ആചാരവിധി പ്രകാരം എല്ലാ കർമ്മങ്ങളും ചെയ്തു എന്ന് പറയുമ്പോൾ ആരുടെ മനസ്സിലാണ് ഒരു വിശ്വാസം വരുന്നത്? നമ്മുടെ മനസ്സിൽ. യെസ്, അത് ചെയ്യുന്നവരുടെ മനസ്സിലാണ്. അപ്പോൾ ഒരു ധൈര്യം, ഇനി ആ മരണം കൊണ്ട് അല്ലെങ്കിൽ ആത്മാവിന് മുക്തി കിട്ടി, ആ ആത്മാവിനെ നമ്മെ ശല്യപ്പെടുത്തില്ല, വേറെ ദോഷങ്ങളൊന്നുമില്ല, എൻ്റെ അച്ഛനോ അപ്പൂപ്പനോ എന്തായാലും നല്ല നിലയിലെത്തി. ഇതൊക്കെ തോന്നൽ എവിടെയാ? നമ്മുടെ മനസ്സിലാണ്. അപ്പോൾ സൂക്ഷ്മതലത്തിൽ ഈ ഊർജങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ടെങ്കിലും ബാഹ്യതലത്തിൽ ഇത് നടക്കുന്നത് നമ്മുടെ വ്യക്തി കേന്ദ്രീകൃതമായ മനസ്സിന് തന്നെയാണ് ആ പ്രയോജനം ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വലുതായിട്ടൊന്നും സംഭവിക്കാനില്ല. കാരണം പഴയ കാലത്ത്, പ്രാചീന കാലത്ത് മനുഷ്യൻ 2 രീതിയിലാണ് മരിച്ചിരുന്നത്. എന്ത്? വയസ്സായി മരിക്കും, അല്ല മൃഗങ്ങളും പിടിച്ച് തിന്നും, അല്ലേ? അല്ലാതെ രോഗങ്ങൾ ഇവർക്ക് വളരെ കുറവായിരുന്നു. കാരണം പ്രകൃതിയുമായി സമരസപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. ഇന്നത്തെ പോലെ ഈ പീഡകൾ അനുഭവിച്ച് ഉള്ള മരണം പണ്ട് വളരെ കുറവായിരുന്നു. കാരണം കണ്ടിട്ടില്ലേ, മൃഗങ്ങളും പക്ഷികളും എത്ര പേരാ അസുഖം വന്ന് മരിക്കുന്നത്? ഒന്നുകിൽ അത് വയസ്സായി മരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് മൃഗങ്ങളും ആരെങ്കിലും ഇതിനെ പിടിച്ചു തിന്നും. ആ സമയത്ത് ആത്മാവ് ഇവിടെ പോയി. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഈ പുരോഗമിച്ച മനുഷ്യന് സംഭവിച്ച മാറ്റങ്ങളാണ്. അവൻ്റെ മനസ്സിലാണ് ഈ ആധിയും വ്യാധിയും
ഭയവുമൊക്കെ ഉള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും ആചാരങ്ങളുമാണ് ഇതായിട്ട് അവതരിപ്പിച്ചത്. അതിൽ ശാസ്ത്രീയത ഇല്ല എന്ന് പറയാൻ കഴിയില്ല. സൂക്ഷ്മതലത്തിൽ അതിന് ശാസ്ത്രീയതയുണ്ട്. എന്നാൽ അത് വളരെ ശക്തമായി നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഗുരുജി, അങ്ങനെയാണെങ്കിൽ ഈ ആത്മാവ് ദേഹം വിട്ട് പോയല്ലോ, അപ്പം ഈ ദേഹം വിട്ട ദേഹിക്ക് എന്താണ് സംഭവിക്കുന്നത്? കൃത്യമായി പറയാൻ കഴിയില്ല. കാരണം ഈ ആത്മാവെന്ന് പറഞ്ഞാൽ എന്താ, അത് നമുക്ക് അറിയില്ല. അപ്പോൾ അറിയാത്ത ഒരു കാര്യം എവിടെ പോയി എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാൻ പറ്റും? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ഗ്ലാസ് വെള്ളം ഇവിടെ വയ്ക്കുകയാണ് ഒരു പാത്രത്തിൽ, എന്നിട്ട് അതിനെ ചൂടാക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളത്തെ കണ്ടില്ല. എവിടെ പോയി? എവിടെയോ പോയി എന്ന് വെച്ചാൽ അത് ഇവിടെ തന്നെ ഉണ്ട്, പക്ഷേ വേറൊരു തലത്തിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നു, അല്ലേ? കാണാൻ കഴിയുന്നില്ല. എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് താപം കുറഞ്ഞു വന്നാൽ പിന്നെ അത് പതുക്കെ ഒരു നീരാവി പുക പോലെ വരുന്നത് കാണാം. ആ നീരാവിയിൽ നിന്ന് വീണ്ടും താപം മാറിയാൽ പിന്നെ അത് ചിലപ്പോൾ ജലകണങ്ങളായിട്ട് വന്ന് ഈ പാത്രത്തിൽ തന്നെ പഴയതുപോലെ വന്നുകൂടായികയില്ല, ഇല്ലേ? ഇത്രയൊക്കെ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിൽ ഈ ആത്മാവിനെക്കുറിച്ച് അറിയാൻ കഴിയുള്ളൂ. ആത്മാവ് അനന്തമാണ്, അരൂപമാണ്, ഇല്ലേ? അനിർവചനീയമാണ്, ആനന്ദമാണ്. ഇത്രയൊക്കെ ആത്മാവിനെക്കുറിച്ച് പറയാൻ കഴിയൂ. അപ്പോൾ വീണ്ടും ഒരു ചോദ്യം ഇവിടെ വരും, ഈ ദേഹം വിട്ട ആത്മാവ് എവിടെ പോകും? അതിനൊരേ ഒരു കാര്യമേ ചെയ്യാവുള്ളൂ, ആത്മഹത്യ ചെയ്താൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. പറ്റും. ശരിക്കുമുള്ള ശാസ്ത്രീയമായ ആത്മഹത്യയാണ് ധ്യാനം. എന്താ ചെയ്യുന്നത് ധ്യാനത്തിൽ? കണ്ഠമാകുഞ്ച് ഹൃദയെ സ്ഥാപയെ ചിമ്പുകം ദൃഢം. അതായത് തൊണ്ടയെ ഉള്ളിലേക്ക് വലിച്ച് ശ്വാസത്തെ അടച്ചു നിർത്തും. ആരെങ്കിലും വായും മൂക്കും പൊത്തിപ്പിടിച്ചാൽ എന്ത് സംഭവിക്കും? അത് കൊല്ലലാണ്, ആത്മഹത്യയല്ല, ഇല്ലേ? ആരെങ്കിലും കൊല്ലുകയാണ് ഒരാളിനെ. എന്നാൽ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ കഴുത്തിൽ കയറ് കെട്ടി തൂങ്ങാം, പക്ഷേ അത് ബോധത്തോടു കൂടിയല്ല ആ മരണം സംഭവിക്കുന്നത്. അത് പിന്നെ സംഭവിച്ച് മരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരാൻ അവന് പറ്റില്ല, കാരണം കയറാണ് ഇവനെ കൊല്ലുന്നത്. എന്നാൽ സ്വന്തം നിയന്ത്രണത്താൽ സാധനയാൽ ഈ കഴുത്തിൻ്റെ ആ ഉള്ളിൽ നാവിനെ ഉള്ളിലേക്ക് കയറ്റി ശ്വാസത്തെ തലച്ചോറിലേക്കുള്ള പ്രാണൻ്റെ ഗതിയെ തടയണം. അതിനെയാണ് ജാലന്ധര ബന്ധനം എന്ന് പറയുന്നത്. അങ്ങനെ ശ്വാസത്തെ നിരോധിച്ചാൽ മനസ്സിൻ്റെ പ്രവർത്തനം നിരോധിക്കപ്പെടും. ചിത്തവൃത്തി നിരോധ യോഗ. അങ്ങനെ നിരോധിക്കുമ്പോൾ എന്തുണ്ടാകും? അവൻ്റെ ഉള്ളിലുള്ള ബോധം പ്രവർത്തിക്കാൻ കഴിയില്ല, അത് ദേഹത്തെ വിട്ടുപോകും. അത് കാണാൻ കഴിയും, പക്ഷെ പൂർണ്ണമായും അത് വിടയില്ല. പുറത്തിറങ്ങിക്കഴിയുമ്പോൾ ഇതാണ് ഞാൻ എന്ന ബോധം വന്നിട്ട് ഇവനെ നാവ് അയച്ചു കൊടുക്കുമ്പോൾ ആ ബോധം തിരിച്ച് ശരീരത്തിലേക്ക് വരും. ഇതാണ് സമാധിയിൽ നിന്ന് ഉണർന്നു എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ആണ്. ഏത്? ഈ സമാധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്. അപ്പോൾ ഇതിനെയാണ് യഥാർത്ഥത്തിൽ ധ്യാനം അല്ലെങ്കിൽ ആത്മഹത്യ, യോഗ ഭാഷയിലെ ആത്മഹത്യ ഇതാണ്. ഇങ്ങനെ ചെയ്തു നോക്കിയാൽ ആത്മജ്ഞാനമുണ്ടാകും. അല്ലാതെ വിഷം കഴിച്ചാലോ കയറ് കെട്ടി തൂങ്ങിയാലൊന്നും ഉണ്ടാവില്ല. പക്ഷേ ജാലന്ധര ബന്ധനം സാധന ചെയ്താൽ അത് ക്രമേണ മൂലബന്ധനത്തിലേക്കും മൂലബന്ധനം ഉദ്യാനബന്ധനത്തിലേക്കും നമ്മെ നയിക്കുകയും പ്രകൃതിയാൽ മഹാബന്ധനം സംഭവിക്കുമ്പോൾ നമുക്ക് മഹായോഗ അനുഭവം ഉണ്ടാകും. ആ സമയത്ത് ആത്മാവ് എന്താണെന്ന് ഉള്ള അറിവുണ്ടാകും. അതിനെയാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. ആത്മജ്ഞാനം നേടിയാൽ ഈ ചോദ്യം പിന്നെ ഉണ്ടാവില്ല. കാരണം വെളിച്ചം വരുന്ന സ്ഥലത്ത് ഇരുട്ടുണ്ടാവും? ഇല്ല. അതുപോലെ ആ അറിവുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഈ ചോദ്യം ഉണ്ടാവില്ല. ഇത്രയേ ആത്മാവിനെക്കുറിച്ച് നമുക്ക് യുക്തിഭദ്രമായി പറയാൻ കഴിയും. മരണാനന്തര ചടങ്ങുകളെക്കുറിച്ചും ഇതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും ഗുരുജി പങ്കുവച്ച അറിവുകൾ ഉപയോഗപ്രദമാണെന്ന് കരുതുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നമസ്തേ. കാലം മറച്ചുപിടിച്ച ഭാരതീയ പൈതൃകത്തിന്റെ വിസ്മയങ്ങളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. വരും തലമുറയ്ക്കായി നമ്മുടെ പൗരാണിക അറിവുകളുടെ ആഴം വെളിപ്പെടുത്തുകയാണ് ഭരതം എന്ന ഈ പരമ്പരയിലൂടെ. ഈ ശ്രമത്തിൽ പങ്കാളികളാകാൻ ഇന്റിമസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ ഊർജം.